ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസ്, ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുമോ? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇതിനെ കാണാൻ പറ്റുമെന്നാണ് ബിജേഷ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിനോടുള്ള ട്രംപിൻ്റെ വിരോധം നമ്മൾ കാണുന്നതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണെങ്കിലും പാകിസ്ഥാന് ഒരു എന്താ പറയുക സമ്പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ലോകബാങ്കിൽ നിന്ന് പാകിസ്ഥാന് $1 ബില്യൺ കടമായി ലഭിക്കണമെങ്കിൽ അമേരിക്ക എന്ന രാജ്യം അറിയാതെ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള അമേരിക്കയുടെ നിലപാടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടതാണ്. അസീം മുനീറിനെ വിരുന്നുണ്ടാൻ വിളിക്കുന്നു. G8 സമ്മിറ്റിൽ നിന്ന് ട്രംപ് ഓടിപ്പോയത് അസീം മുനീറിൻ്റെ വിരുന്നൊരുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നു. അവർക്ക് അവരുടെ എന്താ പറയുക ഈ 5ാം തലമുറയിലുള്ള F-35 വിമാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ശത്രുക്കൾ ആരാണോ അവർക്ക് പിന്തുണ നൽകുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിലായി വന്നത് H-1B വിസയുടെ നിരോധനമായിട്ട് ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് ട്രംപ് കടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് H-1B വിസ എന്ന് പറയുന്ന അറിയില്ല, ഇന്ത്യയിലെ ടെക്കികൾക്ക് വളരെ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വിസയാണ്. കാരണം ഇവിടെ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഈ H-1B വിസയുടെ 70% ആനുകൂല്യം ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ H-1B വിസ നിരോധിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അവിടെ അവസരം നഷ്ടപ്പെടുത്തുന്നത് വഴി ഇന്ത്യക്ക് തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ഒരു ശക്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഇൻകം കൂടെയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളൊരു ഗൂഢ ഉദ്ദേശം കൂടെ ഇതിൻ്റെ പിന്നിലായിട്ടുണ്ട്. അതായത് മാത്രമല്ല, ആപ്പിളിന് നൽകിയൊരു താരിഫ് ഉണ്ടായിരുന്നു. അതായത് 25% താരിഫ്. അതായത് അവരുടെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന രാജ്യം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ 25% അതിന് താരിഫ് അടിക്കും. അതുകൊണ്ട് ഇത് സിലിക്കൺ വാലിയിൽ തന്നെ നിർമ്മിക്കണം, അത് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണം എന്ന് ട്രംപിൻ്റെ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ഏകാധിപതി ഭരിക്കുന്നത് പോലെ അവിടെ അടിച്ചേൽപ്പിക്കുകയാണ് നിയമം. അതായത് അമേരിക്കയിൽ എല്ലാം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞൊരു ടാഗുമായിട്ടാണ് അദ്ദേഹം ആദ്യവും ഈ 2016-ലും 2017-ലും 2024-ലും അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ അവിടെ മേക്ക് ഇൻ അമേരിക്ക എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു ആപ്പിളിന് അത്തരത്തിലൊരു ടാരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന ടെക്കികളോട് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ടെക് ഭീമന്മാരോടൊക്കെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ അമേരിക്കക്കാർക്ക് പ്രഥമ പരിഗണന നൽകണം എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള ടെക്കുകൾ എടുക്കേണ്ട, അതിനുശേഷം അതിന് പ്രഥമ പരിഗണന മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അത് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കല്ല, പ്രഥമ പരിഗണന അമേരിക്കക്കാർക്ക് തന്നെ നൽകണം. അത്തരത്തിൽ അവരുടെ വരുമാനം, അവരുടെ ഒരു സമ്പത്തിൻ്റെ ഒരു സർക്കുലേഷൻ അമേരിക്കക്കകത്ത് തന്നെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെയാണ് ഇത് ട്രംപ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ ഈ കമലാ ഹാരിസ്, ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള കമലാ ഹാരിസിനെതിരെ ഉള്ള ഈ നീക്കം വന്നിരിക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുൻപ് നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ആകെപ്പാട് അതിനകത്തുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ട്രംപിൻ്റെ എതിരാളി ആരായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമായിരുന്നു. കാരണം ട്രംപിൻ്റെ എതിരാളിയായിട്ട് അന്ന് ആദ്യം മത്സരിച്ചിരുന്നത് അപ്പോഴത്തെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ തന്നെയായിരുന്നു. അപ്പോൾ ജോ ബൈഡൻ പക്ഷേ വാർദ്ധക്യ സഹജമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഏറെ വയസ്സായതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പുറത്തൊരു ഫയറിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് വയസ്സായിട്ട് ആരോഗ്യം സമ്മതിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഡെമോക്രാറ്റുകൾക്ക് പിന്നീടാണ് അത് ബോധമുണ്ടായത്. അതിനുശേഷം ഇയാൾ മാറുന്നു. അതായത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ ഇലക്ഷനിൽ നിന്ന് മാറുന്നു. പിന്നീട് കമലാ ഹാരിസ്, ഇന്ത്യൻ വംശജയായിട്ടുള്ള കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു.
അതിനുശേഷം നടന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ഒടുവിൽ ട്രംപിൻ്റെ ഭാഗത്ത് വിജയം എത്തുകയാണ്. പിന്നീട് ട്രംപ് അധികാരം കൈയാളുന്നു. പിന്നീട് അമേരിക്കയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തീവ്രവാദം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച്, വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു, കലിതുള്ളി നിൽക്കുകയാണ് ട്രംപിനെ. അങ്ങനെയുള്ള ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 6ഓളം യുദ്ധമുഖങ്ങളിലാണ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പാകിസ്ഥാനിലെ ആർമി ചീഫായിട്ടുള്ള അസീം മുനീർ പറയുന്നത്, അസീം മുനീറിൻ്റെ നോമിനേഷനാണ് പോയിരിക്കുന്നത് ഇദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ പ്രൈസ് നൽകാനായിട്ട്. പക്ഷേ ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്ക ഇപ്പോൾ 6ഓളം യുദ്ധമുഖങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു വന്ന ട്രംപ് ഇപ്പോൾ യുക്രൈനിൽ മാത്രമല്ല ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ, പിന്നെ ഇപ്പോൾ ഹമാസിനെ അടിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത്തരത്തിൽ 6ഓളം അതിൻ്റെ ആ യുദ്ധമുഖങ്ങൾ ദിവസേന കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു ബാലിശമായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു മെഷീൻ ഗണ്ണ് കിട്ടിയതുപോലെയാണ് ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സിംഹാസനം കിട്ടിയൊരവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ കലിതുള്ളി നിൽക്കുന്ന ട്രംപ് രാഷ്ട്രീയ എതിരാളികളോട് ഇപ്പോൾ ഈ തൻ്റെ രാജ്യത്തിലുള്ള തന്നെ രാഷ്ട്രീയ എതിരാളികളോട് തന്നെ ഇപ്പോൾ തൻ്റെ അംഗം കുറിച്ചിരിക്കുകയാണ്. അതായത് കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണെങ്കിലും അവരെ അമേരിക്കൻ പൗരയാണ്. എന്തായാലും കമലാ ഹാരിസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങളായേ ഉള്ളൂ. അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് കമലാ ഹാരിസിനെതിരെ ഈ സമയത്ത് ആരോപണം ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിനെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്ന് തീർച്ചയായും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൊണ്ടാണോ ട്രംപ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കമലാ ഹാരിസ് തനിക്ക് എതിരാളിയായി മത്സരിച്ച വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവർ തോൽക്കുന്നു. ഇപ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ കമലാ ഹാരിസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ട്രംപ് ഉന്നയിക്കുന്നത് കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും കമലാ ഹാരിസിനെതിരെ നടപടികൾ സ്വീകരിക്കും എന്നുമാണ്. കമലാ ഹാരിസിനെതിരെ പിന്തുണച്ചുകൊണ്ടാണ് നിരവധി സെലിബ്രിറ്റികൾ, സിനിമാ നടീനടന്മാർ, സ്പോർട്സ് സെലിബ്രിറ്റികളൊക്കെ രംഗത്ത് വന്നിരുന്നു. കമലാ ഹാരിസിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സെലിബ്രിറ്റികൾ രംഗത്ത് വന്നിരുന്നത്. ഇങ്ങനെ സെലിബ്രിറ്റികൾ രംഗത്ത് വന്നതിന് പിന്നിൽ അവരുടെ യഥാർത്ഥ പിന്തുണയല്ല എന്നും, മറിച്ച് ഈ കമലാ ഹാരിസിന് പണം കൊടുത്ത് അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറക്കിയതാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് അടിവരയിട്ട് പറയുന്നത്. അമേരിക്കയിലെ ഈ ഇലക്ഷൻ ഫൈനാൻസിങ് നിയമത്തിന് എതിരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയെന്നും, ഇത്തരത്തിൽ കോടികൾ മുടക്കിയാണ് സെലിബ്രിറ്റികളുടെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് കമലാ ഹാരിസ് നടത്തിയതുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച പോലും ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി എന്നൊരു ഭീഷണി കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ട്രംപ് വ്യാപൃതനായിരിക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പേ അങ്ങനെ ആയിരുന്നില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്കാരുടെ അടക്കം വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് വലിയ ഒരു വിജയത്തിലേക്ക് ട്രംപ് പോയത്. നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ഒരു ഇന്ത്യൻ വംശജനാണെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ വംശജയായ എതിർ രാഷ്ട്രീയക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ടുള്ള കമലാ ഹാരിസിനെ ജയിലിലടയ്ക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് ട്രംപ് എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്കൻ രാഷ്ട്രീയം കൂടുതൽ വിവാദത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.